വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എഫേസ്യർ 5-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൽ പുതുമയോടെ സ്നേഹത്തിൽ നടക്കുക, കുടുംബ ബന്ധങ്ങളിൽ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുക. വിശ്വാസികൾ ദൈവത്തെ അനുകരിച്ച് സ്നേഹത്തിൽ നടക്കണം. ക്രിസ്തു നമ്മെ സ്നേഹിച്ച് തന്റെ ജീവൻ സമർപ്പിച്ചതുപോലെ അശുദ്ധിയും ദുഷ്ടവാക്കുകളും വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കണം. ഇരുട്ടിന്റെ പ്രവൃത്തികളെ വിട്ടുകളയണം. ജ്ഞാനത്തോടെ സമയം വിനിയോഗിക്കുക. ആത്മാവിൽ നിറഞ്ഞ് സ്തോത്രഗാനങ്ങളും ഭക്തിഗാനങ്ങളും പാടുക. കുടുംബ ബന്ധങ്ങളിൽ ക്രിസ്തീയ ജീവിതം നിലനിർത്തുക. ഭാര്യമാർ ഭർത്താക്കന്മാരെ ആദരിക്കണം. ഭർത്താക്കന്മാർ ഭാര്യമാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, അവൻ അതിലെ തലവൻ. എഫേസ്യർ 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ഒരിക്കൽ ഇരുട്ടായിരുന്നു, ഇപ്പോൾ കർത്താവിൽ പ്രകാശമാണ്. പ്രകാശത്തിന്റെ മക്കളായി നടക്കുവിൻ. എഫേസ്യർ 6-ാം അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തീയ ജീവിതം കുടുംബ ബന്ധങ്ങളിലും സേവന ബന്ധങ്ങളിലും പ്രകടമാകണം. കൂടാതെ വിശ്വാസികൾ ആത്മീയ യുദ്ധത്തിൽ ദൈവത്തിന്റെ ആയുധങ്ങളാൽ ഉറച്ചു നിൽക്കണം. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം. അത് ദൈവത്തിന് പ്രസാദകരമാണ്. പിതാക്കന്മാർ മക്കളെ പ്രകോപിപ്പിക്കരുത്. കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തണം. ദാസന്മാർ യജമാനന്മാരെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതുപോലെ സത്യസന്ധമായി സേവിക്കണം. യജമാനന്മാർ ദാസന്മാരെ നീതിയോടെ ഭയത്തോടെ പെരുമാറണം. എല്ലാവർക്കും ഒരേ കർത്താവാണ്. വിശ്വാസികൾ ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കണം. അതായത് സത്യത്തിന്റെ അരക്കച്ചയും നീതിയുടെ കിരീടവും സമാധാനത്തിന്റെ സുവിശേഷവും വിശ്വാസത്തിന്റെ പരിചയവും രക്ഷയുടെ തലക്കെട്ടും ദൈവവചനമായ ആത്മാവിന്റെ വാളും. പ്രാർത്ഥനയിലും ജാഗ്രതയിലും ഉറച്ചു നിൽക്കണം. ഈ ഗ്രന്ഥത്തിലെ ആത്മീയ പാഠം ക്രിസ്തുവിൽ നാം ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ, അവനിൽ നാം പുതിയ മനുഷ്യരായി ജീവിക്കുന്നു എന്നതാണ്. വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.